തൃപ്പൂണിത്തുറ പുതിയകാവ് സ്ഫോടന കേസിൽ പ്രതികൾക്ക് ജാമ്യമില്ല. ഹൈക്കോടതിയാണ് ജാമ്യം നിഷേധിച്ചത്. ജാമ്യം നൽകിയാൽ സമൂഹത്തെ ദോഷകരമായി ബാധിക്കുമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. പ്രദേശത്ത് അദാലത്ത് സംഘടിപ്പിക്കുന്നതിനുള്ള സാധ്യതകൾ പരിശോധിക്കാൻ കെൽസയെ ഹൈക്കോടതി ചുമതലപ്പെടുത്തിയ ശ്രീകാന്ത് കൂടുതൽ വിശദാംശങ്ങളുമായി. ശ്രീകാന്ത്, വിവരങ്ങൾ. ഈ പുതിയകാവിൽ വെടിക്കെട്ടിനോടനുബന്ധിച്ച് നടന്ന സ്ഫോടനം അത് ഗൗരവത്തോടെയാണ് കോടതി എടുത്തിരിക്കുന്നത്. ഇന്ന് പ്രതികൾ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചു. കോടതി ഈ ജാമ്യം പരിഗണിക്കുമ്പോൾ അത് പ്രതികൾ തെളിവ് നശിപ്പിക്കുന്നതിന് കാരണമാകും എന്ന് പ്രോസിക്യൂഷൻ വാദിക്കുകയുണ്ടായി. തുടർന്ന് കോടതി അത് അംഗീകരിക്കുകയും ചെയ്തു. പ്രതികൾക്ക് ജാമ്യം ലഭിച്ചാൽ അത് സമൂഹത്തെ ദോഷകരമായി ബാധിക്കുകയും നീതിയെ തടസ്സപ്പെടുത്തുകയും ചെയ്യുമെന്ന് കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. അതേസമയം മറ്റൊരു കാര്യം കൂടി ചെയ്തു. കേരള ലീഗൽ സർവീസ് അതോറിറ്റിയുടെ അടിയന്തര ഇടപെടൽ ആ സ്ഥലത്ത് ആവശ്യമാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. പ്രദേശത്ത് അദാലത്ത് സംഘടിപ്പിക്കുന്നതിനുള്ള സാധ്യതകൾ പരിശോധിക്കാൻ കേരള ലീഗൽ സർവീസ് അതോറിറ്റിയെ ഹൈക്കോടതി ചുമതലപ്പെടുത്തി. സ്ഫോടനം ബാധിച്ച വ്യക്തികളുടെ പരാതികൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്താനും ലീഗൽ സർവീസ് അതോറിറ്റിക്ക് ചുമതല നൽകി. ശരി, ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്.